എ കിസ് സ്റ്റോറി പാർട്ട് 2. അവിടുത്തെ ഫേമസ് കമ്പനിയായ ഈശ്വർ ഗ്രൂപ്പ്സിൻ്റെ ഓണർ മിസ്റ്റർ അദ്വിക് ഈശ്വറിൻ്റെ PA പോസ്റ്റായിരുന്നു 4 കൊല്ലമായി അല്ലു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ തന്നെ അക്കൗണ്ടൻ്റായി അഞ്ജുവും. വളരെ ഗൗരവക്കാരനും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളുമാണ് അദ്വിക്. അതുകൊണ്ട് തന്നെ അല്ലു ഉൾപ്പെടെ ഓഫീസിലുള്ളവർ അവൻ്റെ മുന്നിൽ പേടിയോടെയായിരുന്നു നിൽക്കാറുള്ളത്. തങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അവൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കേൾക്കുമെന്നുള്ളത് കൊണ്ട് അല്ലു വളരെ ശ്രദ്ധയോടെയായിരുന്നു ജോലിയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ എത്തി ജീവിതം ഒരൊഴുക്കിൽ പോകവെയാണ് അല്ലുവിൻ്റെ ലൈഫിലേക്ക് ശ്രേയസിൻ്റെ എൻട്രി. ഓഫീസിൽ ഗുഡ് പേഴ്സണാലിറ്റി വെച്ച് പുലർത്തുന്ന അവൻ അല്ലു ജോയിൻ ചെയ്ത് 3-ാം കൊല്ലം വന്നവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ ശരിക്കും അവൾ ഞെട്ടിപ്പോയിരുന്നു. പ്രണയത്തിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ടവൾ ആദ്യം അവനെ വിലക്കിയെങ്കിലും അവളുടെ പിന്നാലെ നടന്ന് വീഴ്ത്തുകയായിരുന്നു അവൻ. ആരും അവനെപ്പറ്റി ഇതുവരെ മോശമൊന്നും പറഞ്ഞിട്ടില്ലാത്ത കൊണ്ടും അഞ്ജു കൂടി സപ്പോർട്ട് ചെയ്തത് കൊണ്ടുമാണ് അല്ലു അവനോട് യെസ് പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് 1 കൊല്ലം അവരുടെ പ്രണയ നാളുകളായിരുന്നു. പക്ഷേ എത്രയൊക്കെ പ്രണയ നിമിഷങ്ങളിലാണെങ്കിലും തൻ്റെ ദേഹത്ത് സ്പർശിക്കാൻ അവൾ അവനെ അനുവദിച്ചിരുന്നില്ല. അതെല്ലാം മാരേജ് കഴിഞ്ഞു മതി എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞുമാറുന്നത് പതിവാക്കിയപ്പോൾ തന്നെ ശ്രേയസിന് മനസ്സിലായി ഇവളിൽ നിന്ന് തനിക്ക് വേണ്ടതൊന്നും കിട്ടില്ലെന്ന്. എന്നാൽ അല്ലു അവനെ ആത്മാർത്ഥമായായിരുന്നു പ്രണയിച്ചത്. അവരുടെ ബന്ധം അവൾ അമ്മമാരോട് പോലും പങ്കുവച്ചിരുന്നു. അടുത്ത ലീവിന് അവനെയും കൊണ്ട് ആശ്രമത്തിൽ ചെല്ലാമെന്ന് അവൾ അവർക്കൊക്കെ വാക്ക് കൊടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി എല്ലാത്തിൻ്റെയും അവസാനമായിരിക്കുമെന്നവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ശ്രേയസിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവനു വേണ്ടി ഒരു റിങ്ങും മറ്റു ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടവൾ രാത്രി സർപ്രൈസായി അഞ്ജുവിനൊപ്പം അവൻ്റെ ഫ്ലാറ്റിൽ പോയതായിരുന്നു. ഫ്ലാറ്റിന് മുന്നിൽ ടാക്സിയിൽ നിന്നിറങ്ങി ലിഫ്റ്റിനടുത്തേക്ക് നടക്കുമ്പോഴായിരുന്നു ഇരുവരും ആ കാഴ്ച കാണുന്നത്. അവർക്ക് കുറച്ച് മുന്നിലായി ഓഫീസിലെ ഇപ്പോൾ ജോയിൻ ചെയ്ത സ്റ്റാഫായ ഗോപികയുടെ ഇടുപ്പിൽ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടുപോകുന്ന ശ്രേയസ്. ആ കാഴ്ച കാണവേ പകുപ്പോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് പിറകിലേക്ക് ആഞ്ഞുപോയവളെ ചേർത്ത് പിടിച്ച് അവർക്ക് പിറകെ തന്നെ പോകുമ്പോൾ അഞ്ജുവിലും ദേഷ്യമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ചതിച്ചവനോടുള്ള ദേഷ്യം. അവർ കാണാതെ അവർക്ക് പിറകെ ചെന്നവൻ്റെ റൂമിന് മുന്നിലെത്തിയപ്പോൾ അഞ്ജു ഒരു നിമിഷം നിന്നുകൊണ്ട് അല്ലുവിനെ നോക്കി. അല്ലു, അകത്തെ കാഴ്ച അത് എന്ത് തന്നെ ആയാലും ഇന്നത്തോടെ ശ്രേയസ് എന്ന ചാപ്റ്റർ നിന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം, ഓക്കെ? അഞ്ജു പറഞ്ഞതിന് ബലമില്ലാതെ ഒന്ന് മൂളിക്കൊണ്ടവൾ പതിയെ ഡോർ ഹാൻഡിലിൽ പിടിച്ചപ്പോൾ തന്നെ അത് തുറന്നു വന്നു. അത് കണ്ട് ഇരുവരും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് ശബ്ദമില്ലാതെ അകത്തേക്ക് കയറി അവൻ്റെ റൂമിന് മുന്നിലെത്തിയപ്പോൾ അകത്തെ കാഴ്ചയിൽ ഇരുവരും ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിന്ന് പോയി. വശ്യമായ പുഞ്ചിരിയോടെ ചുമരിൽ ചാരി നിൽക്കുന്ന ഗോപികയെ കിസ് ചെയ്യുന്ന ശ്രേയസ്. അവൻ്റെ കൈകൾ അവളുടെ മാറിലും വയറിലുമായി അരിച്ചിറങ്ങുന്നു. അത് ആസ്വദിച്ച പോലെ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നവൾ. ശ്രേയസ്! മുന്നിലെ കാഴ്ച കാണാനാവാതെ അലറിക്കൊണ്ടവൾ വിളിച്ചപ്പോൾ ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കിയവൻ്റെ മുന്നിലേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് ആയില്യ അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചിരുന്നു. ഗോപിക ആണേൽ പെട്ടെന്ന് അവരെ അവിടെ കണ്ട വിളർച്ചയിൽ ചുമരും ചാരി നിൽപ്പാണ്. എന്താ ശ്രേയസ് ഇതൊക്കെ? നീ ഇങ്ങനെയുള്ള ഒരാളായിരുന്നോ? എന്തിനാ നീ പിന്നെ എന്നെ സ്നേഹിക്കുന്നത്? പറയാൻ. കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും വല്ലാത്തൊരു ദേഷ്യത്തിൽ അവൾ അവൻ്റെ ഷോൾഡറിൽ കൊത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ ആദ്യത്തെ പകപ്പ് മാറി അവൻ്റെ മുഖത്ത് പുച്ഛം നിറയുന്നു കണ്ട അവളുടെ കൈകൾ അവനിൽ നിന്ന് അഴിഞ്ഞുപോയി. അതൊന്ന് നോക്കിക്കൊണ്ടവൻ കവിളിൽ ഒന്ന് അമർത്തി തടവിക്കൊണ്ട് അവളെ നോക്കി. നീ എനിക്ക് വെറും ടൈം പാസ് മാത്രമായിരുന്നു ആയില്ല. ആദ്യമായി ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ നീ റിജക്റ്റ് ചെയ്തില്ലേ? അതിനൊരു സ്വീറ്റ് റിവെഞ്ച് മാത്രമായിരുന്നു ഇത്. പിന്നെ വേറൊരു കാര്യം, പ്രണയിച്ച് നടന്ന കാലം മുതൽ ഇന്നേ വരെ നീ എനിക്കൊരു കിസ് പോലും തന്നിട്ടില്ല. എന്നെ ഒന്ന് ഹഗ് ചെയ്യാൻ പോലും സമ്മതിച്ചിട്ടില്ല. അങ്ങനെയുള്ള നിന്നെ ഞാൻ എന്തിനു വെച്ചിരിക്കണം? ഞാനൊരാണാണ്, എനിക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും. ഒരു കിസ്സിന് പോലും പറ്റാത്ത നിന്നെ ആർക്ക് വേണം? കുറ്റബോധം ഏതുമില്ലാതെ കൂളായി പറയുന്നവനെ അടിക്കാനായി അഞ്ജു മുന്നോട്ട് വന്നുവെങ്കിലും അവളെ തടഞ്ഞുകൊണ്ട് മുഖം ഒന്നമർത്തി തുടച്ചുകൊണ്ട് അല്ലു അവന് മുന്നിൽ വന്നു നിന്നു. നിനക്ക് ഞാൻ ടൈം പാസ് ആണെങ്കിലും ഞാൻ നിന്നെ പ്രണയിച്ചത് ആത്മാർത്ഥമായി ആയിരുന്നു. പക്ഷേ എന്നെ നേടാനോ എൻ്റെ പ്രണയം നേടാനോ ഉള്ള അർഹത നിനക്കില്ല. പിന്നെ ഇതിനൊക്കെ ഉള്ളത് ദൈവം എന്നൊരാൾ മുകളിലുണ്ടെങ്കിൽ നിനക്ക് തന്നിരിക്കും, കാത്തിരുന്നു. അത്രയും പറഞ്ഞ് അവനായി വാങ്ങിയ ഗിഫ്റ്റ് അവിടെ തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ടവൾ അഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചിറങ്ങിപ്പോയപ്പോൾ അവനൊരു പുച്ഛത്തോടെ നോക്കി നിന്ന ശേഷം ഗോപികയെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. ഇതേസമയം രാത്രിയുടെ ശോഭയിൽ റോഡിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുകയാണ് അല്ലു, കൂടെ അഞ്ജുവും. അവനു മുന്നിൽ കരയാതെ പിടിച്ചു നിന്നുവെങ്കിലും ഇപ്പോൾ അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു.
2 കൊല്ലം താനൊരു വിഡ്ഢിയാവുകയായിരുന്നു എന്നോർത്തപ്പോൾ അവൾക്ക് സഹിക്കാനായില്ല. അഞ്ജുവിനും അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയുന്നില്ലായിരുന്നു. ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതവളെ കൂടുതൽ സങ്കടത്തിലാക്കുമെന്ന ചിന്തയിൽ അവൾ മൗനമായി അല്ലുവിനൊപ്പം തലയും താഴ്ത്തി നടന്നു. എന്നാൽ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ കാതടിപ്പിക്കുന്ന തരത്തിലുള്ള ഡിജെയും മ്യൂസിക്കിൻ്റെയും ശബ്ദത്തിൽ ഞെട്ടി മുന്നോട്ട് നോക്കിയ അഞ്ജു കിളി പോയ കണക്കെ നിന്നു. മുന്നിൽ കാണുന്ന വലിയ പബ്ബിലേക്ക് ഏതോ ലോകത്തെന്ന പോലെ കയറിപ്പോകുന്നവൾക്കൊപ്പം അഞ്ജുവും ഓടിച്ചെന്നു. എടി എടി, നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ഇത് പബ്ബാടി, വാ നമുക്ക് പോകാം. വില കൂടിയ മദ്യക്കുപ്പികൾ നിറഞ്ഞു നിൽക്കുന്നിടത്ത് എത്തിപ്പെട്ടവളെ മുറുകെ പിടിച്ചുകൊണ്ട് അഞ്ജു വെപ്രാളത്തോടെ പറഞ്ഞപ്പോൾ അല്ലു അവളെ നോക്കി. എനിക്ക് കുടിക്കണം അഞ്ജു. ആ എന്തോന്ന്? അല്ലുവിൻ്റെ സംസാരം കേട്ട് അന്താളിച്ചുകൊണ്ട് അഞ്ജു നിൽക്കുമ്പോഴേക്കും പെണ്ണ് മുന്നിലുള്ള 2 ഗ്ലാസ് എടുത്ത് വായിൽ കമഴ്ത്തിയിരുന്നു.